മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു സാധനം വാങ്ങുക, ആ സാധനം വിൽക്കുക. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വാങ്ങുക, ആ റോ മെറ്റീരിയൽ വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ആ പ്രൊഡക്റ്റ് വിൽക്കുക. സ്വന്തം കമ്പനി ഉണ്ടാക്കിയിട്ട് സ്വന്തം വിൽക്കണം ഉദ്ദേശിച്ച്. റോ മെറ്റീരിയൽ ഇപ്പോൾ സോപ്പിൻ്റെ കമ്പനിയാണെങ്കിൽ സോപ്പിൻ്റെ റോ മെറ്റീരിയൽ അല്ലേ വാങ്ങുക, വിൽക്കുന്ന എന്തായിരിക്കും? സോപ്പല്ലേ. സോപ്പ് അതുപോലെ ടാക്സ് ഒന്നും പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കുന്നില്ല. പ്രൊഡക്റ്റ് കോസ്റ്റ് വിഷയമല്ല, കാരണം റോ മെറ്റീരിയലാണ് വാങ്ങണം. 600 എണ്ണമാണ് അടുത്തത്. ഔട്ട്പുട്ട് ഒന്നും കൊടുക്കണ്ട, ടാക്സ് പറയുന്നില്ലല്ലോ. ടാക്സ് ഉണ്ടെങ്കിലല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കണ്ട. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങും. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിനിഷ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലോ എന്ന് പറഞ്ഞാൽ പെന്നാണ്. അതിനാദ്യം സെല്ലോ പെന്നോടെ ക്രിയേറ്റ് ചെയ്തില്ല. ഇൻവെൻ്ററി ഇൻഫോയിൽ വരിക, സ്റ്റോക്ക് ഐറ്റത്തിൽ ക്രിയേറ്റ് സെല്ലോ പെൻ. സെല്ലോ പെന്ന് വരുന്ന ഡസൺ വരുന്നത് ആർട്ടിസ്റ്റ് ഡസൻ എണ്ണം. ഡസൺ പറഞ്ഞാൽ 12 എണ്ണം അറിയില്ല. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പാക്കറ്റ്. ഇതിന് വിലയില്ല, കാരണം നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പം നമുക്കിതിന് എന്താവശ്യമുണ്ട്? ഇതിന് ആവശ്യമുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സെല്ലോ പെൻ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി F12 കീ പ്രസ് ചെയ്യാം. അതിനകത്തുണ്ട്. അപ്പം എനേബിൾ കോമ്പോണൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. എനേബിൾ കോമ്പോണൻറ്റ് ഇത് എസ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. ബോം എന്നുള്ള പേരിൽ ഇത് എസ് ചെയ്യാം. ഐക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. എസ് ആക്കി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് വരെ കൊടുക്കുക. ഞാൻ പെൻ അടിച്ചു കൊടുക്കുക. എന്ത് പേരും വരെ കൊടുക്കുക. ഇനി ഇവിടെ എത്ര എണ്ണം ഉണ്ടാക്കാൻ ആവശ്യം? നമ്മൾ പറഞ്ഞാൽ 1 ഡസൺ ഉണ്ടാക്കാൻ, 1 ഡസൺ സെല്ലോ പെൻ ഉണ്ടാക്കുക. 1 നല്ല അടിച്ചെടുക്കുക. എന്തൊക്കെ റോ മെറ്റീരിയലാണ്? ട്യൂബ് 12 എണ്ണം വേണം. ഇങ്ക് 1 ബോട്ടിൽ വേണം. പിന്നെ കേസ് 12 എണ്ണം വേണം. 1 ഡസൺ സെല്ലോ പെൻ ഉണ്ടാക്കണമെങ്കിൽ 12 ട്യൂബ് വേണം, 12 കേസ് വേണം, 1 ബോട്ടിൽ ഇങ്കും വേണം. ആക്സെപ്റ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാമല്ല. ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യാനാണ്, പ്രൊഡക്ഷൻ ചെയ്യാനാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്ക് അതിൻ്റെ ജേണൽ ആക്റ്റീവ് ആക്കണം. പ്രൊഡക്ഷൻ ജേണൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അക്കൗണ്ട് ഇൻഫോലോ അല്ലെങ്കിൽ ഇൻവെൻ്ററി ഇൻഫോലോ രണ്ടാളൊരു ഇൻഫോയിൽ വരിക. വൗച്ചർ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പുതിയൊരു ജേണൽ.
പിന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് മാനുഫാക്ചറിങ് ജേണൽ. മാനുഫാക്ചറിങ് ജേണൽ അതിൻ്റെ വൗച്ചർ ടൈപ്പ് വരിക സ്റ്റോക്ക് ജേണലാണ്. സ്റ്റോക്ക് ജേണൽ സെലക്ട് ചെയ്തു. താഴെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും, യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യാം, എസ് ആക്കി കൊടുക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യാം. എസ്കേപ്പ് അടിച്ച് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരിക. അതിൽ Alt F7 ആണ് സ്റ്റോക്ക് ജേണലിൻ്റെ കീ. Alt F7 പ്രസ് ചെയ്യുക. അതിനകത്ത് എന്ത് വന്നിട്ടുണ്ടാകും, മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്ത ജേണൽ വന്നിട്ടുണ്ട്. എന്തടിക്കുക. ഇനി നെയിം ഓഫ് പ്രോഡക്റ്റ്, എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, സെല്ലോ പെന്നാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സെല്ലോ പെന്ന് എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ 50 ഡസൺ. 50 ഡസൺ ഇവിടെ അടിച്ചു കൊടുത്തു. അപ്പോൾ 50 ഡസൺ ആവശ്യമുള്ള മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും, കാരണം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി അഡീഷണൽ ചാർജുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് അഡീഷണൽ കോസ്റ്റ് എന്നുള്ള സ്ഥലത്തെത്ത് ഇവിടെ ലാബർ ചാർജ് പറയുന്നുണ്ട്. Alt C പ്രസ് ചെയ്യുക, ലാബർ ചാർജ്. ലാബർ ചാർജ് പ്രൊഡക്ഷൻ്റെ കൂടെ നടക്കുന്ന എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ്. എത്ര ശതമാനം പറഞ്ഞത്, 2%. പിന്നെ നമ്മളോട് പറഞ്ഞത് 30% പ്രോഫിറ്റും കൂടെ ഇത് വിൽക്കുന്ന സമയത്ത് കൊടുക്കണമെന്ന്. ഇപ്പം നമുക്ക് ചിലവായ റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്, 83.64. അതായത് ഇപ്പോൾ ഈ പെൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഡസൻ സെല്ലോ പെൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ചിലവായത് 83.64. ഇഫക്റ്റീവ് റേറ്റ് എന്നുള്ള സ്ഥലത്ത് കാണിച്ചു തരും. ഇനി ഇത് വിൽക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക. വിൽക്കുന്ന സമയത്ത് F8 പ്രസ് ചെയ്യുക. ഇത് വിൽക്കുകയാണ്. സോൾഡ് 25, ക്യാഷിന് Alt C സെയിൽസ് അക്കൗണ്ട്, പ്രൊഡക്റ്റ് സെല്ലോ പെന്ന് എത്ര വിൽക്കുന്നത്, 25 ഡസൺ വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അവിടെ എത്രയാണ് ചിലവായത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 83.64. ഇതിൻ്റെ 30% കൂടെ കൂട്ടിയിട്ട് വേണം ഇത് വിൽക്കാൻ. ഞാൻ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. 83.64 ഇൻറ്റു 30% അതിനോട് കൂടി കൂട്ടണ്ടേ. അപ്പം ഞാൻ 130% കാൽക്കുലേറ്റ് ചെയ്യണം. 130 ആയിരിക്കണം. 30% കൂട്ടും വേണ്ട 100%-നോട് കൂടി. എത്ര വരുന്നത്, 108.73. 109 രൂപ കാൽക്കുലേറ്റ് ചെയ്തു ഒരു ഡസന്. അല്ലെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്യണം. 83.64 ഇൻറ്റു 30 ഹരിക്കണം 100. അപ്പോൾ ഒരു ആൻസർ കിട്ടും. പിന്നെ വീണ്ടും പോയിട്ട് 83.64 അതിനോട് കൂടി കൂട്ടണം. അതിന് പകരമാണ് ഞാൻ എന്ത് പറയുന്നത്, 100% 83.64, 30% അഡീഷണലും കൂടെ കൂട്ടിയിട്ട് 130% കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് എന്ത് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുക, ആ റോ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ പ്രോഡക്റ്റ് വിൽക്കുക. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 ചെയ്തു കേട്ടോ.